മിക്സിയിൽ ക്ലിപ്പിട്ട് നോക്കിയിട്ടുണ്ടോ? തുണിയിലിടുന്ന ക്ലിപ്പ് എടുത്തിട്ട് മിക്സിയിലൊന്ന് ഇട്ട് നോക്കൂട്ടോ. അപ്പോൾ ഇനി തൊട്ടിട്ട് അതിൻ്റെ വ്യത്യാസം ഒന്ന് കണ്ടറിയാൻ പറ്റും. ഇത് മാത്രമല്ല, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ പെൻസിലൊക്കെ കുട്ടികളുടെ എഴുതിയിട്ട് ഇതിങ്ങനെ വളരെ ചെറുതായിട്ടുണ്ട് വിചാരിച്ചോളൂ. ഇതിൻ്റെ പാതിയൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചോളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയൊരു പെൻസിൽ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വലുതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇത്തിരി ഇതിൻ്റെ പാതിയായിട്ടുള്ളൂവെങ്കിൽ പിന്നീട് കുട്ടികൾക്ക് അത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, കയ്യിൽ പിടിക്കാൻ പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ കുട്ടികളുടെയൊക്കെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കത് പിടിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ സ്കെച്ച് പെന്നിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സ്കെച്ച് പെന്നിൻ്റെ ആ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ പുറകിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വലിപ്പം കിട്ടുമല്ലോ. അപ്പോൾ ഇതിന് ഇത്രയും വലിപ്പം കിട്ടും. അപ്പോൾ ഇത് ഇത്രയൊക്കെ ആകുമ്പോൾ ഒരു ഇത്രയും വരെ വലിപ്പം, സാധാ പെൻസിലിൻ്റെ വലിപ്പം കിട്ടും. അതിനുശേഷം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കൈ ഇവനെ വേദനിക്കില്ല. വളരെ കുഞ്ഞിതാവുമ്പോൾ പെൻസിൽ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ, പിടിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ ഈ ഒരു സ്കെച്ച് പെന്നിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് എഴുതാനും മടി ഉണ്ടാവില്ല, ഇത്തിരി വലുതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഷാർപ്നർ വെച്ചിട്ട് അവർ എത്രയൊക്കെ ഷാർപ്പ് ചെയ്താലും ഇത് ചെറുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എപ്പോഴും കിച്ചണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഫോണിനൊക്കെ ഒരു കവർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കവറിലൊക്കെ ഇതിലിപ്പോൾ കണ്ടോ, ഇത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, പക്ഷേ ഇത് ഉപയോഗിച്ച് ഇതിൽ മഞ്ഞപ്പൊടി വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മഞ്ഞ കളറും ഇങ്ങനെ ആകെ മൊത്തം അത് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ കവർ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പഴയൊരു ബ്രഷ് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനകത്ത്, ഇതിപ്പോൾ ഞാൻ ഇതിനൊക്കെ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ, പഴയ ബ്രഷൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ കോൾഗേറ്റ് ഇതിലൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, നല്ല വൃത്തിയാവും. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ കവറൊക്കെ നമ്മളിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യാനല്ലേ, അപ്പോൾ അതൊക്കെ ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു ക്ലോത്ത് നമ്മളൊന്ന് നനച്ചൊന്ന് എടുക്കാം കേട്ടോ. നനച്ചൊന്ന് എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ഒന്ന് നമ്മൾ തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഒന്ന് തുടച്ചെടുത്താൽ മതി, വാഷ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു പാക്കറ്റൊക്കെ ഇപ്പോൾ പൊട്ടിച്ചു, അതിനുശേഷം നമുക്ക് അതിൽ തന്നെ എടുത്തിട്ട് വെക്കണം. എയർ ഒന്നും കിടക്കാനും പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതിനുശേഷം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചോളൂ, ഇതേപോലെ ഈ തുണിയൊക്കെ ഇടുന്ന ഒരു ക്ലിപ്പില്ലേ, ഈ ഒരു ക്ലോത്തിൻ്റെ ഈ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും എവിടെയും പോവില്ല, വീണ് പോവില്ല. അല്ലെങ്കിൽ അത് നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ എന്തൊരു കാര്യം നമുക്കിപ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കാനായിട്ടൊന്നും ബോക്സസ് ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തിരക്കൊക്കെ പിടിച്ച് രാവിലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നത് ഈ തുണി ഇടുന്ന ഈ ക്ലിപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി, എയർ ടൈറ്റ് ആയിട്ട് തന്നെ അത് ഇരുന്നോളും. പിന്നെ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ മാറ്റി ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇപ്പോൾ തണുപ്പിച്ചിട്ട് വെള്ളം കുടിക്കൂലേ, പക്ഷെ കുറേ നേരം ആ തണുപ്പ് നിൽക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞ് കുറേ നേരം പുറത്ത് വെച്ചാലും ആ ഒരു തണുപ്പ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക. ഇതിൻ്റെ ആ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ആ ഒരു അതേ വലുപ്പത്തിൽ നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാം. ഇത് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള സോക്സ് ഇട്ട് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്ന് വിചാരിച്ചോളൂ, നമുക്ക് നല്ലൊരു ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറേ നേരം നമുക്ക് ആ ഒരു തണുപ്പ് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ ഒരു തണുപ്പ് നിന്ന് കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ഫോയിൽ പേപ്പർ ചെയ്യാം, നിങ്ങൾക്ക് നല്ല സോക്സ് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഞാൻ മുന്നേ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ലെഗിൻസിൻ്റെയൊക്കെ താഴെ ഭാഗം അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ ഫോയിൽ പേപ്പർ കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ
കുറേ നേരം നമുക്ക് തണുപ്പ് നിൽക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്കിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ സുഖമായിരിക്കും. ഇപ്പോൾ ഈ ഒരു ചൂടത്ത് കുറച്ച് നേരം നമുക്ക് തണുത്ത വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ ഏതിനാണെങ്കിലും ഫ്ലാസ്കിനാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഒക്കെ നിൽക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അതേപോലെ വെളുത്തുള്ളിയൊക്കെ നിറയെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിങ്ങനെ കേടാവില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു 2 സൈഡ് നമുക്ക് ആദ്യമേ കട്ട് ചെയ്താൽ കുഴപ്പമില്ല. അതല്ല കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് നമ്മളിതിങ്ങനെ ഇല്ലികളാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഇല്ലികളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ ദിവസം കേടാവാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, മാസങ്ങളോളം ഇരിക്കും. പക്ഷെ ഇത് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിലൊരു കറുപ്പ് ഇത് വരും, അതേപോലെ തന്നെ അത് പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ വാട്ടർമെലനൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ജ്യൂസ് ആക്കാനും പറ്റും. അതിന് ഞാനിതാ ഈ ഒരു അറ്റം മാത്രം കുറച്ചൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്യുവാണേ. ഇപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പാതി ബാക്കിയായി എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഈ വാട്ടർമെലൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് കേടാവാതെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് വെച്ചാൽ മതി. നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കും. അത് മാത്രമല്ല അത് കേടാവാതെ ഇരിക്കും കൂടെ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഡ്രൈ ആവില്ല അല്ലേ, ഇങ്ങനെ വെള്ളം പോലെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലേഡ്സിനൊക്കെ നല്ലതല്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ തിരിയാനായിട്ടൊക്കെ പാട് വരും കുറേ നേരം ഇതിങ്ങനെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ചിലവർക്കുണ്ട് ഇതിൽ വെള്ളം നിറച്ച് വെക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ബ്ലേഡ്സൊക്കെ ഇങ്ങനെ ഒരു നേരെ ഒന്ന് സ്റ്റക്കാവും, തിരിയാനൊക്കെ പാടുവരും. പെട്ടെന്ന് മിക്സിയൊക്കെ കേടാവാനേ അത് സഹായിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലോത്തിനൊക്കെ നമ്മൾ ഇടുന്ന ആ ക്ലിപ്സ് ഇല്ലേ, ഈ ഒരു ക്ലിപ്പ് ഇതിലിങ്ങനെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക, 3 സൈഡിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്നിങ്ങനെ തിരിച്ചു വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം പോവുകയില്ല. അതായത് ഇതിൻ്റെ ഡ്രൈ ആവാൻ ഭയങ്കര സമയമെടുക്കും. അത് മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവില്ല അല്ലേ. ഇതിങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എയർ കയറുമ്പോൾ മാത്രമാണ് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പൊടിപ്പിക്കണം, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉള്ളൂവെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇതാ 3 ക്ലിപ്പ് ഇടേണ്ട ആവശ്യമുള്ളൂ. 3 ക്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ അടപ്പിലും നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അടപ്പിലും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അടപ്പിലാണെങ്കിലും നമ്മൾ ഇതേപോലെ ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമുക്ക് നല്ല രീതിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെച്ചാലും അതെ ഈ ഒരു സൈഡിലെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഡ്രൈ ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ്, എളുപ്പം ചെയ്യാൻ പറ്റും. കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് കിട്ടും. നല്ല ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.